കഴിഞ്ഞ ദിവസം എറണാകുളം സെൻറ് റീത്താസ് പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ നടന്ന ഹിജാബ് വിഷയത്തിൽ ജനൻ ടി വിയിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു. ഹിജാബിനെ ചൊല്ലിയുള്ള വിഷയത്തിൽ എറണാകുളം സ്കൂൾ അടച്ചിട്ടു. കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചു വരണമെന്നാവശ്യപ്പെടുകയും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമല്ല ഹിജാബ് എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റ് അത് നിരസിക്കുകയും ചെയ്തതോടെ പുറത്തുനിന്ന് ആളുകൾ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നൊക്കെയായിരുന്നു വാർത്ത വന്നത്. എന്നാൽ ഈ വാർത്ത കേട്ട അൻസാരി ഉസ്താദ് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. പുറത്ത് സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. ജാർഖണ്ഡിലൊക്കെ സംഭവിക്കുന്നത് പോലെ ഇവിടെയും സംഭവിക്കുമെന്നൊക്കെ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അൻസാരി സൂരി ഉസ്താദിൻ്റെ മനോഹരമായ മറുപടിയും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. അനുവദിക്കില്ല എന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും മാനേജ്മെന്റ് നിലപാടെടുത്തു. ഇതേ തുടർന്ന് സ്കൂൾ അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഹിജാബിന്റെ പേരിൽ പുറത്തു നിന്ന് ചിലരെത്തി സ്കൂളിൽ ഈ അരമീറ്റർ തുണി തലയിൽ കിടന്നാലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമോ. ഒരു ഭീകര എന്ന വാക്ക് മലയാളത്തിൽ അവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്തയാണ് ജനജീവിക്കും. അതൊക്കെ പോട്ടെ, എനിക്ക് ഇത് ഈ കുട്ടി ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചെയ്ത് വളരെ മോശമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് മലയാളക്കരയിൽ ആദ്യമായിട്ടൊരു കുട്ടി നിലവിൽ ഈ ഹിജാബ് ഇട്ടുള്ള സ്കൂളിൽ കയറാന്ന് പറഞ്ഞത് അതൊരു നിലവിലുള്ള നടപടിക്രമത്തിന് എതിരാണ് അല്ലേ? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ അമ്മ പോകുന്നുണ്ടേ, ഇവരെ തലയിൽ കിടക്കുന്നത് ഹിജാബല്ലേ? എന്താണ് ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്നത് ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ മുഖം മറക്കി നിക്കാബ് കൊണ്ട് മുഖം മറച്ചെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് വേണം? ഇപ്പം ഇത്തരം ഒരു പൊതുവിദ്യാലയത്തിൽ അവർ ധരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ രീതികൾ പാലിക്കണം എന്ന് പറയാം. എത്രയോ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ, ആലപ്പുഴ അടക്കം എത്രയോ സ്കൂളുകൾ കുട്ടികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോകുന്നു. ആർക്കും ചൊറിയുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം അതൊരു ചൊറിച്ചിൽ. നിങ്ങളുടെ ചൊറിച്ചിലിന്റെ പിന്നിലുള്ള ഈ അസുഖം എന്താണെന്ന് അറിയാം? കാസക്കാര് കയറ്റി തരുന്ന പിരിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ തന്നെ കേരളീയ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ പാരസ്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. ഇപ്പൊ തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം ആളുകളും മുസ്ലിം വിരോധം നല്ല രൂപത്തിൽ അവർക്ക് രൂപപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വെള്ളക്കുപ്പായത്തിന്റെ ഉള്ളിൽ, ഈ വെള്ള നോഹക്കുള്ളിൽ ചില കലാകാരന്മാരാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, നമ്മൾ ഇപ്പോൾ തേലക്കാടച്ചനെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങേറ്റം ബഹുമാനമാണ്. അതുപോലെ തന്നെ ചില കന്യാസ്ത്രീകൾ. അതിന് ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയം മുണ്ടക്കയമ്പാത്തൊരു സ്കൂളിൽ ഒരു ഹിന്ദു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം എന്നറിയാം. 2 വർഷം കഴിഞ്ഞിട്ടില്ല സംഭവം നടന്നിട്ട്. ആ പെൺകുട്ടിയുടെ സ്വസമുദായത്തിൽപ്പെട്ട സതീർത്ഥ്യരായ സഹപാഠികളായ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അഭിപ്രായം പറയുകയും അവരുടെ നിലപാട് കൃത്യമായി ശക്തിയുക്തം ആ കുട്ടികൾ പറഞ്ഞു. മാനേജ്മെന്റും അന്ന് സഭകളൊന്നും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലേ. 3-ാം ദിവസം ഈ കുട്ടിയുടെ സമുദായത്തിൽപ്പെട്ടവരോടൊപ്പം കുറച്ച് തട്ടമിട്ട ഈ 1 മീറ്റർ ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി തലയിൽ കിടന്ന കുട്ടികൾ കൂടി വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അപ്രതിഷേധ സ്വരത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ നടന്നത് എന്താ? പിന്നെ മാനേജ്മെന്റ് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ കണ്ട ഏറ്റവും നല്ല മാർഗം ഇതിന്റെ പിന്നിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറഞ്ഞു. ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് തട്ടവിട്ട പെൺകുട്ടികളെ കണ്ടപ്പോൾ സബ്ജക്ട് മാറ്റിയതാണ്. പിന്നെ ലോഹക്കുള്ളിലെ കലാകാരന്മാർ ഉൾപ്പെടെ വിളിച്ച മുദ്രാവാക്യം പോ പോ കാക്കാ, പോ പോ കാക്കാന്ന. ഇപ്പോഴും എന്റെ കിടപ്പുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഞാൻ അന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ചോദിക്കും, ഒരു മുസ്ലിം കുട്ടിയെ അല്ലെങ്കിൽ ഒരു തട്ടമിട്ട കുട്ടിയെ കാണുമ്പോൾ അങ്ങോട്ട് ചൊറിയുന്ന അല്ലെങ്കിൽ വിഷയം ആ വഴിക്ക് കൊണ്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായ ആളുകൾക്ക് അവരുടെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത ഉണ്ടല്ലോ, ഇതിന്റെ തൽഫലം നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തോടുള്ള അന്ധമായ വിരോധം, അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോ വിഷയത്തിലും പിടിച്ചു തൂങ്ങി നിങ്ങൾ ഉണ്ടാക്കുന്ന അലമ്പ്, ഈ അലമ്പിന്റെ പരിണിത ഫലം
ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പല വഴിക്കും അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ ഗാലറിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നല്ലോ ജാർഖണ്ഡില്, നിങ്ങൾ കണ്ടതല്ലേ? ജാർഖണ്ഡിലേക്ക് നിങ്ങൾ കാണുന്നില്ല, വടക്കേന്ത്യയിലേക്ക് നിങ്ങൾ കാണുന്നില്ലേ? ഓടിച്ചിട്ട് അടിച്ച് തുണിയില്ലാതെ ഓടിക്കുന്നത്. കല്യാണത്തിന് മണവാട്ടിനെ കൊണ്ടുവരുന്ന പോലെയല്ലേ നിൽക്കിലോട്ട് കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിലും നടക്കാൻ പോണേ ഉള്ളൂ. നിങ്ങൾ സൂചിപ്പിച്ച് തടയിക്കോ, നിങ്ങൾ തടകി കൊടുത്തോ. വയനാട് കണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കയറിയ കുത്തിക്കീറുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് 1/2 മീറ്റർ തട്ടമിട്ട പെൺകുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ തുന്നത്തലാണ് നടത്താൻ വന്നോ? അത് നിങ്ങൾ മതം മാറ്റാൻ വന്നോ? അതാ അരിയും ഗോതമ്പ് പിണ്ണാക്കുന്നത് നിങ്ങളെ സൂചിപ്പിച്ചോ? ഒരു കുട്ടി ഇവിടെ ഈ ബാക്കിയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഇല്ലാത്ത സോക്കേടെന്നാണ് നിങ്ങൾക്ക് കൊണ്ടാകുന്നത്. നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ഇതേ മതവേഷമല്ലേ? നിങ്ങളുടെ മതവേഷമല്ലേ എല്ലായിടത്തും ഉള്ളത്? സ്കൂളുകളിൽ തന്നെ, ഒരു പൊതുവിദ്യാലയത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ആണെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങളോ മറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു സർക്കുലറില്ലല്ലോ. നിങ്ങൾ ബൈബിൾ കൊടുത്ത് വിടാറില്ലേ? ഈ മറൈൻ ഡ്രൈവിൽ ഞാനും എന്റെ വൈഫ് കൊടുക്കുമ്പോൾ എന്റെ മക്കളിലേക്ക് കൊടുത്തു ബൈബിള്. RSSന്റെ TG മോഹൻദാസ് തന്നെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഹോസ്റ്റൽ സംവിധാനമുള്ള സ്ഥലത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടെ ട്രോയിൽ കാണുമ്പോൾ ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിമർശിച്ചിട്ടില്ലേ? എവിടെയും ബൈബിൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ബൈബിൾ കണ്ട എന്താ മുരുകാന്? അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിനും പിടിച്ചൊരു മുസ്ലിം സമുദായത്തിനെ ഏകപക്ഷീയമായി ആക്രമിക്കുക, അതിനുവേണ്ടി കോപ്പ് കൂട്ടുക, അതിന് സംഘപരിവാർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ പണി കാസ എടുക്കുന്നുണ്ട്. ആ കാസക്ക് വേണ്ടി നിങ്ങൾ കുഴൽ ഊന്നുന്നുണ്ടെങ്കിൽ ഇതിന് സമയം പോലെ കിട്ടുമ്പോൾ ഞങ്ങൾ ആശംസകൾ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെല്ലാം കണ്ടറിയാം. കമ്മിങ് സൂൺ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.